അങ്ങനെ നമ്മൾ കുറേ നേരം രാമാനുജൻ ടെമ്പിളിൽ ചുറ്റിക്കറങ്ങിയിട്ട് നമ്മളിതാ പോവുകയാണ് കേട്ടോ. വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കാൻ നമ്മളൊരു ഫുഡ് പോയ്സണൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് റെഡിയായി നേരെ ഒരാളുടെ വീട്ടിലോട്ടാണ് പോയത്. നമ്മുടെ ജീവക്കാട് അക്കാടെ വീട്ടിലോട്ടാണ് ട്ടോ പോയത്. അക്കാനെ ആദ്യമായിട്ടാണ് ട്ടോ നമ്മൾ നേരിട്ട് കാണുന്നതും ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ. പക്ഷേ പിള്ളേരൊക്കെ നമ്മൾ മുന്നോട്ട് കാണുന്നുണ്ടായിരുന്നു. അവർ നമ്മളായിട്ട് നല്ല കമ്പനിയാണ് ട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോകുമ്പോൾ ഞങ്ങൾ ഇവർക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനൊക്കെ മാക്സിമം നോക്കലൊക്കെ ഉണ്ട്. കാരണം എനിക്ക് നോക്കും വേറെ ആർക്കും അങ്ങനെ കൊടുക്കാനും ഇതാക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനത്തെ ഒരു ഫീലാണ് ട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ജീവി ഇവളോട് ഒരുമിച്ചാണ് പോയത്. ഞാൻ അക്കാടെ കൂടെയാണ് പോയത്. പുള്ളിക്കാരി ഇങ്ങടാ ചോദിക്കുന്നത് നിങ്ങൾ ട്രിപ്പിൾസ് അടിക്കണ എന്തിനാ? എൻ്റെ വണ്ടിയിൽ സ്ഥലം ഉണ്ടല്ലോ, ഇതിൽ വാതിലൊന്നിരിക്കും ഒരാൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അതിൽ കയറിയത് ട്ടോ. ചെന്നപ്പോൾ തന്നെ അവിടെ മുല്ലപ്പൂവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോദിക്കാതെ തന്നെ പുള്ളിക്കാരി മുല്ലപ്പൂ വെക്കില്ലേന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ വെക്കാലോ അതിനെന്താ അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്നെ അങ്ങോട്ട് മുല്ലപ്പൂ കോർത്ത് നമുക്ക് വെച്ച് വരെ തന്നത് പുള്ളിക്കാരിയാണ് ട്ടോ. ഞങ്ങളുടെ രണ്ടുപേരും നടുക്കിരിക്കുന്ന ഇവള് ഏറ്റവും ഇളയതാണ്. മൂത്ത ആളുടെ 10th എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ദാ ഇന്നലെ ജീവി റിസൾട്ട് അയച്ചു തന്നിരുന്നു. ആൾ പാസ്സായി കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത ഇതിലോട്ട് ഇങ്ങനെ പോവുകയാണ്. ഇതാണ് ട്ടോ അവരുടെ കുട്ടി വീട്. പിന്നെ അമ്മ കൊടുത്ത് വിട്ട ഈ ഒരു ഇതിന് അമരപ്പയറെന്തോ അല്ലേ ഇതിന് പറയുക, അതിൻ്റെ ഒരു ഒലത്തുണ്ടായിരുന്നു ട്ടോ. അതൊക്കെ ഞങ്ങൾ കഴിച്ച് പഴമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കല്ലേ എന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ആ കഴിക്കാമല്ലോ അതിനെന്താ അങ്ങനെ പറഞ്ഞപ്പോൾ വേഗം പോയിട്ട് സേമിയ ഉപ്മാവ് ഉണ്ടാക്കി തന്നു ട്ടോ. പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് അവരോടൊക്കെ സംസാരിച്ച് ജീവിയുടെ അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെയൊക്കെ കണ്ട് ഇത് അവരുടെ അവിടത്തുള്ള ചാമ്പക്കയുടെ മരത്തിൽ നിന്ന് എടുത്താണ് ട്ടോ. എന്നിട്ട് കുറച്ച് നേരം